നമസ്തേ. ഈ ലവ് ജിഹാദിൻ്റെ ആപത്തുകളെപ്പറ്റി ക്രിസ്ത്യൻ സമൂഹം ഇപ്പോൾ ബോധവാന്മാരായിട്ടുണ്ട്. അവരുടെ മേലധ്യക്ഷന്മാർ തന്നെ അതിനെ തള്ളിപ്പറയുന്നു, അതിനെ എതിർക്കുന്നു, അപലപിക്കുന്നു. അവർ തന്നെ തങ്ങളുടെ മത അനുയായികളെ ലവ് ജിഹാദിനെതിരെ ബോധവത്കരിക്കുന്നു. കാരണം എന്താണ്? അവരുടെ പെൺകുട്ടികളെ അന്യമതസ്ഥരായിട്ടുള്ള ഈ മുസ്ലിങ്ങൾ പ്രേമത്തിൻ്റെ നാട്യത്തിൽ തട്ടിക്കൊണ്ടു പോവുകയും വശത്താക്കുകയും എന്നിട്ട് അവരെ മതം മാറ്റുകയും ചെയ്തു. ഈ പ്രേമമൊക്കെ വളരെ താൽക്കാലികമായിട്ടുള്ള ഒന്നാണ്. മതം മാറ്റാനുള്ള ഒരു ഉപാധിയായി പ്രേമത്തെ ഉപയോഗിക്കുന്നു. അതാണ് ലവ് ജിഹാദ്. പക്ഷെ ലവ് ജിഹാദ് ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമാണോ? അല്ലെന്ന് കോടതികൾ വരെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്നുമില്ല, അങ്ങനൊന്നില്ല എന്നാണ് പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അതിനും കാരണം എന്താണ്? ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുറ്റമല്ല, IPC ഒരു കുറ്റമല്ല അത്. അപ്പം അങ്ങനെ ഒരു കുറ്റമായിട്ട് ഡിഫൈൻ ചെയ്യാത്തിടത്തോളം കാലം ലവ് ജിഹാദിനെതിരെ കേസെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ സംഭവം നടക്കുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാം. ക്രിസ്ത്യൻ മതസമൂഹം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ക്രിസ്ത്യൻ വിശ്വാസികളുടെ സംഘടനയായ ഖാസ പോലുള്ള അതിലുള്ള ആളുകളും ഇതിനെതിരെ വളരെ സജീവമായിട്ട് പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്തുണ്ട്. അതിൻ്റെ ഒരു നേതാവിൻ്റെ മകളെ തന്നെ ഇതുപോലെ വ്യാജപ്രേമത്തിന് അടിമയാക്കി മതപരിവർത്തനം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ തൻ്റെ മകളെ നഷ്ടപ്പെട്ടു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കിട്ടിക്കഴിയല്ല, ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും തരത്തിൽ വലയിൽ വീഴുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ്, ബ്രെയിൻ വാഷ് ചെയ്ത് വേറെ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതിന് മതപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുപോയി മതം മാറ്റുക. നിങ്ങളുടെ ദൈവത്തെ എന്തിനുമുള്ള, ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ഏക ദൈവമാണ്, ഞങ്ങൾക്ക് വലിയ ആചാരക്രമങ്ങളുണ്ട്, വിശ്വാസങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതമാണ് എന്നൊക്കെയാണ് ഒരു. പക്ഷെ ഇത് നമുക്ക് ആലോചിക്കുകയോ യാഥാർത്ഥ്യങ്ങളെ പരിശോധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ അവകാശവാദങ്ങളൊക്കെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ എങ്ങനെയും അവരുടെ ഈ വാചക കസർത്ത് മൂലം പെൺകുട്ടികൾ ചെന്ന് സ്വന്തം മതത്തെക്കുറിച്ച് അത്ര ബോധമില്ലാത്ത പെൺകുട്ടികളാണ് ഇങ്ങനെ ചെന്ന് വീഴുന്നത്. സ്വന്തം മതത്തെക്കുറിച്ച്, സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധമില്ലാത്തവർ പെട്ടെന്ന് അടിമപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ക്രിസ്ത്യൻ സമൂഹം തന്നെ പറയുന്നത്. ഹിന്ദുക്കളെ അതിനേക്കാൾ കൂടുതൽ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഹിന്ദുക്കൾ ഇടക്കുന്ന അടവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ദൈവങ്ങളില്ലേ, അതും വിചിത്ര രൂപികളായിട്ടുള്ള ദൈവങ്ങൾ. നിങ്ങൾ അതിനെയൊക്കെ ആരാധിക്കുന്നല്ലോ, കല്ലിനെയും മണ്ണിനെയും ഒക്കെ ആരാധിക്കുന്നവരല്ലേ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് ഞങ്ങൾക്കാണെങ്കിൽ ഏക ദൈവം അത് ഇങ്ങനെ സ്വർഗത്തിരുന്ന് സിംഹാസനത്തിലിരുന്ന് എല്ലാവരെയും നിയന്ത്രിക്കുന്നു, എല്ലാം അറിയുന്നു. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാവരെയും കൊണ്ട് ഒരു ദിവസം വിളിച്ചു കൂട്ടി നിങ്ങളുടെ നന്മയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ തിന്മയ്ക്കനുസരിച്ച് നിങ്ങൾ നരകത്തിലോ നന്മയ്ക്കനുസരിച്ച് സ്വർഗത്തിലോ കൊണ്ടുവന്നു. ഞങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചാലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടൂ, അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിലേ പോവുകയുള്ളൂ. നിങ്ങൾ അത് ഇപ്പം പറഞ്ഞതിനകത്ത് ഒരു പെശകുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നന്മയ്ക്കനുസരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതല്ല. ഞങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ സ്വർഗം ഉറപ്പായി. അതേസമയം മറ്റ് മതങ്ങളിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നരകം ഉറപ്പായി. അപ്പം നിങ്ങൾക്ക് സ്വർഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ, മരിച്ചു എന്നിട്ട് സ്വർഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുക. ഈ ലോകത്തെ സ്വർഗത്തെക്കുറിച്ചൊന്നും അല്ല അവർ പറയുന്നത്, മരിച്ചു ചെല്ലുമ്പോഴുള്ളതാണ്. അതിൽ വീഴാൻ കുറേ ആൾക്കാർ. കാരണം ഈ മരിച്ച് ആരെങ്കിലും ഒരുത്തൻ ഇങ്ങനെ അല്ലെങ്കിൽ ഒരുത്തി ഇങ്ങനെ ഇവർ പറയുന്ന സ്വർഗത്ത് പോയിട്ട് തിരിച്ചു വന്ന് ഇത് വല്ലതും പറയുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് സ്വർഗം. ആര് പറയുന്നു ഇങ്ങനെയൊക്കെയാ സ്വർഗത്ത് ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ സുഖങ്ങളുണ്ട്, ഇഷ്ടംപോലെ ആണുങ്ങൾക്കാണെങ്കിൽ ഇഷ്ടംപോലെ സ്ത്രീകളെ കിട്ടും, മദ്യമുണ്ട്. ഇതൊക്കെയാണ് ചില ഉസ്താദുമാർ വന്ന് പ്രസംഗിക്കുന്നത്. ഇതൊക്കെ എവിടുന്ന് കിട്ടിയ വിവരങ്ങളാണ്? ഇതൊക്കെ വെറും അന്ധതയല്ലേ, വെറും വിശ്വാസങ്ങളല്ലേ? ഏതെങ്കിലും ഒരു തെളിവുണ്ടോ ഇതിനൊക്കെ?
ആരും അവിടെ എങ്ങും പോയിട്ട് തിരിച്ചു വന്ന് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ അതിനെന്താണ് തെളിവ്? അന്ധമായി വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തൊന്നും വിശ്വസിക്കത്തില്ല. ഇനി ഹിന്ദുമതത്തെക്കുറിച്ചുള്ള അവരുടെ വിമർശനങ്ങൾ എന്ന് പറഞ്ഞ ഇതാണ്: നിങ്ങൾ എല്ലാ നൂറുകണക്കിന് ദൈവങ്ങളുണ്ട്, നിങ്ങൾക്ക് വിചിത്ര രൂപികളായിട്ടുള്ള ദൈവങ്ങളുണ്ട്. ഇതിനുള്ള സമാധാനം അറിഞ്ഞുകൂടാത്ത, ഇതിനുള്ള മറുപടി അറിഞ്ഞുകൂടാത്ത സാധാരണ പെൺകുട്ടികൾ ഇവരുടെ വലയിൽ പെട്ടെന്ന് വീണു പോകുന്നു. അത് അവരെ സ്വന്തം പെൺകുട്ടികളെ, മക്കളെ ഇതിൻ്റെ ആത്മീയ തത്വങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കാൻ മെനക്കെടാത്ത രക്ഷാകർത്താക്കൾ ഇത് കണ്ട് നിസ്സഹായരായി നിൽക്കുകയാണ്. അവർക്ക് ഇതിന് മറുപടി പറയാനും അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഒരു വിശ്വാസമാണെന്നുള്ള നിലയിലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവരുടെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി കുറെ നേർച്ച നേരുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ്. അവിടെ ഇരിക്കുന്ന കല്ലും വിഗ്രഹങ്ങളൊന്നും അല്ല അവർക്ക്. അത് എന്തുകൊണ്ട് നിങ്ങൾ കല്ലിനെ ആരാധിക്കുന്നു അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നു എന്നും പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഹിന്ദുമത ആത്മീയ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ദശോപനിഷത്തുകളും ഗീതയിലും ഉൾക്കൊണ്ടിട്ടുള്ള ആത്മീയ തത്വങ്ങളാണ്. ആത്മീയ തത്വങ്ങൾ, ആ ആത്മീയ തത്വങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, ഹിന്ദുക്കൾ പഠിക്കണം. പഠിച്ചാലേ ഇതിനെയൊക്കെ ദുഷ്പ്രചാരണങ്ങളൊക്കെ പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ. എന്താണ് ആത്മീയ തത്വങ്ങൾ പറയുന്നത്? ഈ ലോകം മുഴുവൻ ഇല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ഒരേ ഒരു ശക്തിയിൽ നിന്നുണ്ടായതാണ്. ആ ശക്തിയാലാണ് ഇതെല്ലാം എല്ലാ പ്രവർത്തനങ്ങളും പ്രചോദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ എല്ലാവരിലും ഒരേ ശക്തി തന്നെ നിലനിൽക്കുന്നു, എല്ലാവരിലും വ്യാപിച്ചു നിൽക്കുന്ന ഒരു ശക്തിയാണ്. അല്ലാതെ അവന്റെ ഈശ്വരൻ എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് അവിടെ ഇരുന്ന് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയല്ല. എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ് ഹിന്ദു അല്ലെങ്കിൽ ഭാരതത്തിന്റെ ആത്മീയ ആചാര്യന്മാരായിട്ടുള്ള ഋഷിമാർ പണ്ട് കണ്ടെത്തി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പറയാത്ത ഒരു തത്വം മറ്റൊരു മതങ്ങളിലും കാണാൻ പറ്റത്തില്ല. ആ മതങ്ങളിലെല്ലാം ഉള്ളത് ഹിന്ദുമതത്തിന്റെ ആത്മീയ ദർശനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ളവയാണ്. അതാണ് ഹിന്ദുമതത്തെ. ഹിന്ദുമതം വെറും ഒരു വിശ്വാസ സംഹിതയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കണം. വെറും വിശ്വാസ സംഹിതയല്ല, ആത്മീയതയുടെ ശാസ്ത്രമാണത്. ഒരു ശാസ്ത്രമുണ്ടെങ്കിൽ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴോട്ട് തന്നെ വരും. ഗുരുത്വാകർഷണം ആണ് അതിന് കാരണം. ഗുരുത്വാകർഷണം എന്ന തത്വം ഒരാളിൽ മാത്രമല്ല പ്രയോഗിക്കപ്പെടുന്നത്, എല്ലാ വസ്തുക്കളിലും അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കും. അതുപോലെയാണ് ഒരു ശാസ്ത്രതത്വമാണ്, ആത്മീയതയുടെ ശാസ്ത്രമാണ് ഹിന്ദുമതം നൽകിയിരിക്കുന്നത്, ഹിന്ദു ആത്മീയ തത്വങ്ങൾ നൽകിയിരിക്കുന്നത് ദശോപനിഷത്തുകളിലൂടെയും ഗീതയിലൂടെയും നൽകിയിരിക്കുന്നത്. അത് എല്ലാ മതങ്ങളും അതുതന്നെയാണ് പിന്തുടർന്നു പോരുന്നത്. രൂപങ്ങൾ വ്യത്യാസമുണ്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഉദാഹരണത്തിൽ കല്ലെന്ന് പകരം വേറെ ഒരു മനുഷ്യനാണെങ്കിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക. ഇതാണ്. അപ്പൊ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എന്തിലും ഈശ്വരനെ കാണാൻ ഹിന്ദുവിന് കാണും. അതുകൊണ്ടാണ് അവന് എന്തിനേയും ആ കല്ലിനെ അല്ല ആരാധിക്കുന്നത്, അതിലെ ഈശ്വരത്വത്തെയാണ്, ഈശ്വര തത്വത്തെയാണ് അവൻ ആരാധിക്കുന്നത്. എല്ലാവരിലും കാണുന്നുണ്ട്. അപ്പോൾ ഒരേ തത്വത്തിൽ, ഒരേ ആത്മീയ തത്വത്തിൽ നിന്ന്, ആത്മീയ ശക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ പ്രപഞ്ചം എന്നുള്ളതുകൊണ്ട് അവൻ എല്ലായിടവും തൂണിലും തുരുമ്പിലും ഈശ്വരനെ കാണുന്നു, ആരാധിക്കുന്നു. അതിലൊരു തകരാറുമില്ല. പിന്നെ ദേവന്മാരുടെ കാര്യം, പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനും പരമേശ്വരനും വിഷ്ണുവും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ 4 കൈ അങ്ങനെയുള്ളതല്ല. അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രാപഞ്ചിക ശക്തിയുണ്ട്. ഓരോരുത്തരും ഓരോ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പ്രതിദാനം ചെയ്യുന്നവരാണ്. അപ്പൊ അവരെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാപഞ്ചിക പ്രതിഭാസത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അതെന്തിനാണ്? തങ്ങളിൽ ആ ശക്തി വളരാൻ വേണ്ടിയാണ് ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ ദേവൻ പ്രസാദിച്ച് എന്തെങ്കിലും തരുമെന്നുള്ളതല്ല. ആ ദേവന്റെ പ്രസാദം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ തത്വം. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള ഈ ഉപരിപ്ലവമായിട്ടുള്ള ആശയങ്ങളുടെ പുറത്ത് നിങ്ങളുടെ കുട്ടികൾ വീണു പോകുന്നത്. അങ്ങനെ ഹിന്ദുക്കളെയും ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ ഏറ്റവും അടുത്ത കാലത്തുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, വൈക്കത്തെ അഖില എന്ന പെൺകുട്ടിയെ ഹാദിയയാക്കി മാറ്റി പെട്ടെന്നൊരു കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പിന്നെ അതിന് ലക്ഷക്കണക്കിന് രൂപ ഈ മതം മാറ്റ മാഫിയ
അതിനുവേണ്ടി ചെലവിട്ടു എന്നുള്ളത് നമുക്കറിയാം. സുപ്രീം കോടതി വരെ കേസിന് പോയിട്ട് ഇതിന് ജയിച്ചു വന്നതാണ് മതം മാറ്റം. അങ്ങനെ മതം മാറ്റിയെടുത്തിട്ട് എന്താ ചെയ്ത്, അവൻ കെട്ടിയവൻ അങ്ങ് കുറെ കഴിഞ്ഞപ്പോൾ അവനങ്ങ് ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ വേറെ ആരോ കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട്, ഇപ്പൊ മലപ്പുറത്തായിരുന്നു ആദ്യം കാവലിലൊക്കെയായിരുന്നു, അത് കഴിഞ്ഞ ആ തന്ത തന്നെ പറയുന്നതാണ്, കാവലിലൊക്കെയായിരുന്നു. അവർ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ വേറെ ആൾക്കാരവിടെ കാവല് നിൽക്കും, എന്താണ് പറയുന്നത്, എന്ത് പറയുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട്. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അതാണ് അങ്ങനെ ഒരു അടിമത്തത്തിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോകുന്ന പരിപാടിയാണ് ഈ ലവ് ജിഹാദ് കൊണ്ട് നടക്കുന്നത്. കുട്ടികളെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അടിമകളാക്കി മാറ്റുക, ലൈംഗിക അടിമകളാക്കി വിൽക്കുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നു. അല്ലെങ്കിൽ തന്നെ അവരുടെ മതതത്വങ്ങൾക്ക് അടിമകളാക്കി മാറ്റുകയാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല. ഹിന്ദുവിനെ ആരെങ്കിലും നീ എന്ത് ചെയ്യുന്നു എന്ന്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നുണ്ടോ, എവിടെങ്കിലും എന്തെങ്കിലും നേർച്ചകൾ നേരുന്നുണ്ടോ എന്നൊന്നും ആരും നോക്കുന്നില്ല. നീ ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നുണ്ടോ, ആരും നോക്കുന്നില്ല. എല്ലാം അവനവന്റെ സ്വാതന്ത്ര്യമാണ്. കാരണം തന്നെ എല്ലാ പരമമായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. ആത്മീയ സ്വാതന്ത്ര്യം ഇത്രയ്ക്കുള്ള ഒരു മതം വേറെയില്ല. എന്നിട്ടും ഇതൊന്നും അറിഞ്ഞും കൂടാതെ ആൾക്കാർ പോവുകയാണ് മറ്റുള്ളവരുടെ വലയിൽ വീണിട്ട്. അപ്പൊ ഇത് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ, ലവ് ജിഹാദ് എല്ലാം മുസ്ലിം ഇതര മതങ്ങൾക്കെല്ലാം ഒരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് ഇനി എനിക്ക് അതിൽ നിന്ന് ക്രിസ്ത്യാനികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ലവ് ജിഹാദ് എങ്ങനെയൊക്കെ ബാധിക്കുന്നു, എങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്നു, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിനും എതിരായിട്ട് മുൻകരുതലെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു, അതുപോലുള്ള വേദനയും മുൻകരുതലും ഹിന്ദു വിശ്വാസികളിൽ നിന്നുണ്ടാവും. അവർക്കുണ്ട് അതുപോലുള്ള വേദന. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളും ഇതുപോലുള്ള ലവ് ജിഹാദ് പോലുള്ള മതപരിവർത്തന പ്രയത്നങ്ങൾ നിങ്ങളും നിർത്തണം. നിങ്ങൾ പിന്തുടരരുത്. നിങ്ങൾ മറ്റേ മുസ്ലിങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നതും അങ്ങനെ പറയുന്നത് അന്യായമാണ്. കാരണം മാർഗങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവർ പ്രേമം നടിച്ച് മതപരിവർത്തനം നടത്തുന്നു. വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം. അതാണ് അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ. അതാണ്. നിങ്ങളാണെങ്കിലോ, നിങ്ങൾ പലവിധ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, പ്രലോഭനങ്ങൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ അവശർക്ക് സഹായങ്ങൾ കൊടുക്കുന്നു, എന്നിട്ടും മതം മാറാൻ പറയുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ ഏതെങ്കിലും അഡ്മിഷൻ കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് മതം മാറാൻ, അതിനുള്ള പ്രതിഫലമായിട്ടാണ് മതം മാറാൻ പറയുന്നത്. മതം മാറ്റുന്ന എന്തിനാണ്? അവന് ഹിന്ദുവായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ അവൻ ഈ സഹായങ്ങൾക്ക് അർഹനാകുന്നില്ലേ? അതല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമേ സഹായം കൊടുക്കത്തുള്ളൂ. അപ്പം മതം മാറിയെങ്കിലേ സഹായം കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യാം, പക്ഷെ ഞങ്ങൾ പറയുന്ന രീതിയിൽ മതം മാറ്റങ്ങൾ നടത്തണം എന്നുള്ള അതിനുള്ള ഒരു പ്രയത്നമോ ഒരു പരിശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഹിന്ദുക്കളായിട്ട് തന്നെ ഇരുന്നു, ഇത് ഞങ്ങളുടെ സേവന പ്രവർത്തനങ്ങളാണ്, ഞങ്ങളത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, നിങ്ങൾ സാധുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് ചെയ്യും എന്ന് പറയാനുള്ള മഹാമനസ്കതയല്ല നിങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു നന്മമരം എന്നുള്ള ആ വേഷം കെട്ടലിൽ നിങ്ങൾ മതം മാറ്റുന്നു. മറ്റവർ സ്നേഹം എന്നുള്ള വേഷം കെട്ടലിൽ, പ്രേമം എന്നുള്ള വേഷം കെട്ടലിൽ മതം മാറ്റുന്നു. അപ്പം നിങ്ങൾ ലവ് ജിഹാദിനെ എതിർക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മതം പരിവർത്തനം എന്ന ഈ വൃത്തികേട്, മനുഷ്യന്റെ ആത്മാവിനെ വിലയ്ക്ക് വാങ്ങിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, ആ തരത്തിലുള്ള പരിപാടി നിങ്ങളും നിർത്തണം. നിങ്ങൾ ആദ്യം നന്നാകണം, എന്നിട്ട് ലവ് ജിഹാദിനെ കുറ്റം പറയും. നമുക്ക് എല്ലാവർക്കും കൂടെ കുറ്റം പറയാം. അതുവരെ ലവ് ജിഹാദിനെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് നൊന്തതുകൊണ്ട് നിങ്ങൾ പറയുന്നു. അവിടെയും നിങ്ങളുടെ സ്വാർത്ഥതയാണുള്ളത്. നിങ്ങൾക്ക് നോവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് അതുപോലെ അനുഭവിച്ചു നിങ്ങൾ ആ നോവ് മറ്റുള്ളവർക്ക് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എന്തൊരു മനസാക്ഷിയില്ലായ്മയാണെന്ന് ആലോചിച്ച് നോക്കി. ക്രിസ്ത്യൻ സമൂഹം ഈ മതം മാറ്റത്തിന്, മതപരിവർത്തനത്തിന് എതിരായിട്ട് ആരെങ്ങോട്ട് നടത്തിയാലും അതിനെതിരായിട്ട് നിങ്ങൾ നിൽക്കണം. അതിന് നിങ്ങളോടൊപ്പം ഹിന്ദു സമൂഹവും ഉണ്ടാകും. നിങ്ങളിങ്ങനെ മതം മാറ്റ
വ്യാപാരം നടത്തുന്നതുകൊണ്ടാണ്. മതം മാറ്റ പ്രചാരണമല്ല, ആ സംഗതികൾ നടത്തിക്കൊണ്ടു പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഹിന്ദു സമൂഹം ചിലയിടങ്ങളിലെങ്കിലും പ്രതികരിക്കുന്നത്, ശക്തമായി പ്രതികരിക്കുന്നത്. ചില പള്ളികളിലൊക്കെ ഇതുപോലുള്ള മതം മാറ്റ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ സമൂഹ മതം മാറ്റമൊക്കെ നടത്തുമ്പോൾ ലോക്കലായിട്ടുള്ള ഹിന്ദു സമൂഹങ്ങളെ എതിർക്കുന്നതിന്റെ കാരണം അതാണ്. ഇത് പള്ളി ആക്രമിച്ചു എന്നും അല്ലെങ്കിൽ വൈദികനെ ആക്രമിച്ചു എന്നൊക്കെ അപ്പോൾ പറയുന്ന, നമ്മൾ പുറത്തു വരുന്ന വാർത്ത അതേ ഉള്ളൂ. പക്ഷെ അവർ ചെയ്ത ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ലോക്കൽ ജനങ്ങൾക്ക് അസ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ചൊന്നും ആരും ഒന്നും പറയത്തില്ല. അങ്ങനെയാണല്ലോ, ഒരു കാരണത്തെക്കുറിച്ചൊന്നും പറയത്തില്ലല്ലോ. പിന്നെ അതിന്റെ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ നിർത്തണം. അതാണ് എനിക്ക് ക്രിസ്ത്യൻ സമൂഹത്തോട് പറയാനുള്ളത്. ദയവായി ഇത് ആലോചിച്ച് നിങ്ങളുടെ മാർഗങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഒരു സമാധാനപരമായ സഹവർത്തിത്വത്തോടെ, യഥാർത്ഥ മതേതരത്വത്തോടെ, അതുപോലെ തന്നെ പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഇന്ത്യയിൽ എല്ലാ പൗരന്മാരും കഴിയട്ടെ. അതാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ അത് ആലോചിച്ച് വേണ്ടത് ചെയ്യുക. അതിനുവേണ്ടി, ആ ഒരു നല്ല സമൂഹ സൃഷ്ടിക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ആൾക്കാർ ഇത് വളരെ ഹാർട്ട് ലൈനേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാർ ചിലപ്പോഴും ഇതുപോലെ പ്രതികരിച്ചെന്ന് വരും. ആർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, നിങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, മതമേലധ്യക്ഷന്മാർക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. അവര് വേണമെങ്കിൽ ഞങ്ങളുടെ മക്കളെ കൊണ്ടുപോയിക്കട്ടെ എന്നല്ല അവർ ചിന്തിക്കുന്നത്, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഹിന്ദുക്കളെ തീരുമാനിച്ചില്ല, അത് ശരിയല്ലേ? അതിനെ നിങ്ങൾ എങ്ങനെ കുറ്റം പറയും? അപ്പൊ അത് ക്രിസ്ത്യൻ സമൂഹം അത് മനസ്സിലാക്കി വേണ്ട തിരുത്തലുകൾ അവരുടെ പ്രവർത്തനങ്ങൾ വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.